ഹായ് ഓൾ, ഇന്ന് നമ്മൾ CUET ആവറേജ് എന്നുള്ള ടോപ്പിക്കിൽ വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ക്ലാസ്സിൽ 40 സ്റ്റുഡൻസ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ 3:2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബോയ്സ് സ്കോർ ചെയ്തിരിക്കുന്ന ആവറേജ് മാർക്സ് 42ഉം ഗേൾസിൻ്റെത് 46ഉം. അങ്ങനെയാണെങ്കിൽ ആവറേജ് മാർക്സ് ആ ഹോൾ ക്ലാസ്സിൻ്റെത് എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ നമുക്ക് ആദ്യം ഗേൾസ് എത്രയുണ്ട്, ബോയ്സ് എത്രയുണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ 40 സ്റ്റുഡൻസിൽ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. സോ നമുക്ക് ബോയ്സിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഉള്ളത്, അപ്പോൾ 3 + 2 5ൽ 3/5 ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ബോയ്സ് ആണ്. സോ ടോട്ടൽ 40 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ 3/5 എന്ന് പറയുമ്പോൾ നമുക്ക് 24 ബോയ്സ് ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ ബോയ്സിൻ്റെ നമ്പർ 24 ആണ്. ബാക്കിയുള്ളത് ഗേൾസ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് 2/5 × 40 ചെയ്താലും നമുക്ക് ഗേൾസിൻ്റെ എണ്ണം 16 ആണെന്നും കിട്ടും. അപ്പം നമുക്ക് നമ്പർ ഓഫ് ഗേൾസും ബോയ്സും അറിയാമെങ്കിൽ ആവറേജ് സ്കോർ ബോയ്സിൻ്റെത് 42 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഗേൾസിൻ്റെത് 46 ആണെന്നും തന്നിട്ടുണ്ട്. സോ നമുക്ക് ടോട്ടൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോയ്സിൻ്റെ ടോട്ടൽ മാർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ബോയ്സിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ആവറേജ് സ്കോർ 42 ആണ്. 24 ബോയ്സ് ഉണ്ടെങ്കിൽ 24 × 42 ആയിരിക്കും ബോയ്സിൻ്റെ ടോട്ടൽ മാർക്ക്. അതേപോലെ ഗേൾസിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 16 ഗേൾസ് ആണുള്ളത്. ഗേളിൻ്റെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 46 ആണ്. സോ ടോട്ടൽ സ്കോർ എന്ന് പറഞ്ഞാൽ 16 × 46 ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്റ്റുഡൻസ്, ദാറ്റ് ഈസ് 40 ആണെന്ന് നമുക്കറിയാം. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് സ്കോർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 43.6 ആയിരിക്കും ആവറേജ് വരിക. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫിസിക്സ് ടെസ്റ്റിൽ ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലെ ഗേൾസിൻ്റെ ആവറേജ് മാർക്ക് 40 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് 20 ഗേൾസിൻ്റെ ആവറേജ് മാർക്ക് 50 ആണ്. ബാക്കി റിമൈനിങ് സ്റ്റുഡൻസിൻ്റെ ആവറേജ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്കറിയാവുന്നത് എത്ര ഗേൾസ് ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ അവരുടെ ആവറേജ് സ്കോർ 40 ആണെന്നറിയാം. സപ്പോസ് ഞാൻ എക്സ് നമ്പർ ഓഫ് ഗേൾസ് ആണുള്ളതെങ്കിൽ അവരുടെ ആവറേജ് 40 ആണെന്ന് പറഞ്ഞാൽ ഈ എക്സ് സ്റ്റുഡൻസിൻ്റെയും കൂടെ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 40 × x ആയിരിക്കും. അത് തന്നെ നമുക്ക് ഫസ്റ്റ് 20 ഗേൾസിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് 20 ഗേൾസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 50 ആണെങ്കിൽ ഫസ്റ്റ് 20 ഗേൾസിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 20 × 50 ആയിരിക്കും. ദാറ്റ് ഇസ് 1000 എന്ന് കിട്ടും. അതുപോലെ തന്നെ റിമൈനിങ് ഗേൾസ്, അപ്പോൾ 20 സ്റ്റുഡൻസിൻ്റെ ആവറേജ് തന്നു. എക്സ് നമ്പർ ഓഫ് ഗേൾസ് ആണെങ്കിൽ റിമൈനിങ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ x-20 ആയിരിക്കും. ഈ x-20 ഗേൾസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 20 ആണെന്ന് തന്നിട്ടുണ്ട്. സോ റിമൈനിങ് ഗേൾസിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ x-20 × 20 ആയിരിക്കും. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ടോട്ടൽ ഗേൾസിൻ്റെ മാർക്കിന് ഈക്വൽ ആയിരിക്കണം, വിച്ച് ഇസ് ഈക്വൽ ടു 40x. സോ നമ്മളിത് ചെയ്താൽ 1000 + 20x - 400 = 40x എന്ന് വരും. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1000 - 400 600 ആണ്. 600 = 40 - 20 20x എന്ന് വരും. ഓർ x = നമുക്ക് എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. സോ x ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ്, വിച്ച് ഇസ് ഈക്വൽ ടു 30. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസിലെല്ലാം നമുക്ക് ആവറേജ് തന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസും വരുന്നത്. സോ ഇവിടെയും അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് വെയിറ്റ് ഓഫ് ABC 60 kg ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എയും ബിയും സിയുടെയും കൂടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 ആളുടെ ആവറേജ് ആണ് 60 എങ്കിൽ ആ 3 ആളുടെയും കൂടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3 × 60 ആയിരിക്കും, which is equal to 180 kg എന്ന് കിട്ടും. അതേപോലെ ആവറേജ് വെയിറ്റ് ഓഫ് ബിയും സിയും 50 ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബിയുടെയും സിയുടെയും കൂടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 50 × 2 വരും, which is equal to 100. അതുപോലെ തന്നെ എയും ബിയും തമ്മിലുള്ള ആവറേജ് വെയിറ്റ് 52 ആണ്. സോ എയും ബിയും കൂടെ ഉള്ള വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52 × 2, which is equal to 104. അപ്പം നമുക്ക് ഇൻഡിവിജ്വലി അറിയാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബിയുടെ വെയിറ്റ് എത്രയാണെന്ന്. സപ്പോസ് ഇത് രണ്ടും ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് എയുടെയും ബി 2 പ്രാവശ്യം വരുന്നുണ്ട്. സോ 2 × B + C ആണ് എനിക്ക് 204 എന്ന് കിട്ടുന്നത്. അതേ സ്ഥാനത്ത് ഫസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ A + B + C ആണ് 180. ഇത് രണ്ടും തമ്മിൽ ഞാൻ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന്
ബിയുടെ മാത്രം വെയിറ്റ് ആയിരിക്കും കിട്ടുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ബിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 204 മൈനസ് 180 ആയിരിക്കും വരുന്നത്. സോ 24 kg ആയിരിക്കും നമ്മുടെ ബിയുടെ വെയിറ്റ് വരുന്നത്, വിച്ച് ഈസ് ഓപ്ഷൻ ബി. ഇവിടെ നമുക്ക് ആവറേജ് ഓഫ് 3 നമ്പർ 154 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഞാൻ എ ബി സി ആണ് 3 നമ്പർ എങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 154 എന്ന് കിട്ടും. അതേ സ്ഥാനത്ത് ഫസ്റ്റ് നമ്പർ ട്വൈസ് ദ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എ എന്ന് പറഞ്ഞാൽ എനിക്ക് 2b എന്ന് എഴുതാം. ആൻഡ് ദ സെക്കൻഡ് ഈസ് ട്വൈസ് ദ തേർഡ്, ദാറ്റ് മീൻസ് ബി ഈസ് ഈക്വൽ ടു 2c എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതിനെല്ലാത്തിനെയും നമുക്ക് ബിയിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എ 2b എന്നും അതുപോലെ സി എ ഇൻ ടേംസ് ഓഫ് ബിയിൽ b/2 എന്നും എഴുതാം. സോ നമുക്ക് 2b പ്ലസ് ബി പ്ലസ് സിക്ക് പകരം b/2 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 154. എഗൈൻ നമ്മൾ ഇതെല്ലാം നമ്മൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കി ആഡ് ചെയ്യുക. സോ 2 ഇൻറ്റു 2 4b പ്ലസ് 2b പ്ലസ് ബി. സോ 7b/2 ഈക്വൽ ടു 3 ഇൻറ്റു 154 എന്ന് വരും. നമുക്ക് 7 വെച്ച് രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ നമുക്ക് 2 × 7 14, എഗെയിൻ 14 2 22 എന്ന് വരും. 3 ഇൻറ്റു 22 ഓർ ബി ഈക്വൽ ടു 3 ഇൻറ്റു 22 ഇൻറ്റു 2 എന്ന് വരും. നമുക്ക് കാണേണ്ടത് ഫസ്റ്റ് നമ്പറാണ്. ഫസ്റ്റ് നമ്പർ എ എന്ന് പറഞ്ഞാൽ 2b ആണ്. സോ എഗെയിൻ ഇൻറ്റു 2 ചെയ്യുക. സോ 6 ഇൻറ്റു 12 ഇൻറ്റു 22 ആയിരിക്കും നമ്മുടെ എയുടെ വാല്യൂ വരുന്നത്. 12 ഇൻറ്റു 22 വിച്ച് ഇസ് ഈക്വൽ ടു 264 ആണ് ആൻസർ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്കിവിടെ 3 ഈവൻ കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സിൻ്റെ ആവറേജ് 12 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൻ്റെ ഇൻറ്റിജേഴ്സ് 12 എന്ന് പറഞ്ഞാൽ അതിലെ മിഡിൽ നമ്പർ ആയിരിക്കും. ഇപ്പം എൻ്റെ നമ്പേഴ്സ് x+2 x+4 ആണെങ്കിൽ ഇതിലെ ആവറേജ് എന്ന് പറയുന്നത് അതിൻ്റെ മിഡിൽ നമ്പർ ആയിരിക്കും. ഇവിടെ മിഡിൽ നമ്പറാണ് എനിക്ക് 12 എന്ന് തന്നിരിക്കുന്നത്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്നാണ്. സോ ഇത് 12 ആണെങ്കിൽ ഇവിടെ 10 ആയിരിക്കും, ഇവിടെ 14 ആയിരിക്കും. സോ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 12 ഇൻറ്റു 14 ആണ് വരുന്നത്. സോ 14 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 168 ആണ്. ദാറ്റ് ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 1680 വിച്ച് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് ഇതിൻ്റെ ആവറേജ് ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ചെയ്യാണ് വേണ്ടത്. സോ ആവറേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻ 12 + 15 + 18 + 14 + 16 + 13 + 25 + 28 + 23 + 27 ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. സോ 10 നമ്പേഴ്സ് ആണുള്ളത്. സോ ഡിവൈഡഡ് ബൈ 10 ആണ് വരുന്നത്. നമുക്കിത് സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 191 ആണ്. സോ 191/10 വിച്ച് ഈസ് 19.1.